നമസ്തേ. ഇന്ന് ഞാൻ കേരളത്തിലേക്ക് ഒന്ന് പോവുകയാണ് ഒരാഴ്ചത്തേക്ക്. അടുത്ത ഒരാഴ്ചത്തേക്ക് വീഡിയോസ് ഉണ്ടാകില്ല. ഇതിപ്പോൾ ഇവിടെ വന്ന് പറയുവാൻ കാരണം നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഇല്ലേ, പിന്നെ പല ആൾക്കാരുമായിട്ട് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒന്നും എനിക്ക് അറിയിക്കാൻ പറ്റിയിട്ടില്ല. ദക്ഷിണ സമർപ്പിച്ചവരോട് പോലും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. സമയം വളരെ പരിമിതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞത്. ആരും മറ്റുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, താങ്ക് യു. വളരെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുക. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയതാണ്. നമ്മുടെ AR റഹ്മാൻ മ്യൂസീഷ്യൻ, ലോകം മുഴുവനും അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തെപ്പറ്റിയൊന്നും നമ്മൾ പറയേണ്ട. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കഴിവുകളെപ്പറ്റി ഞാൻ പറയാൻ അത്ര യോഗ്യനല്ല. കാരണം എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് AR റഹ്മാൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ന്യൂമറോളജി മുഖാന്തരം ഒന്ന് നോക്കാം. AR റഹ്മാൻ്റെ പേരിൻ്റെ ടോട്ടൽ അക്ഷരങ്ങൾ 8. 7ഉം 8നെ പറ്റിയാണ് നമ്മുടെ ഈ ചാനലിൽ സ്ഥിരമായിട്ട് പ്രതിപാദിക്കുന്നത്. കാരണം ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ വെരി ഡേഞ്ചറസ്. എല്ലാ നമ്പറിലും മേന്മയുണ്ട്. ഈ നമ്പർ 7 8 ഏറ്റവും മഹനീയമായ നമ്പർ എന്നുകൂടി ഞാൻ പറയുന്നു. അത് നമുക്ക് കാലക്രമേണ ഓരോരോ ചാനലിലൂടെ പറയാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 8ഉം സൈറ ബാനുവിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 9ഉം. 9ഉം 8ഉം കൂടി ചേരുമ്പോൾ 9 8 17. 17 അപകടമാണെന്ന് അറിയാമല്ലോ. വീണ്ടും അവിടെ 8 വന്നു. അവർ തമ്മിലുള്ള പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമാണ് 17 8. AR റഹ്മാൻ്റെ പേരിൻ്റെ വാല്യൂ 21 21. സൈറ ബാനുവിൻ്റെ പേരിൻ്റെ വാല്യൂ 22. 22ഉം 23 കൂടി കൂട്ടുമ്പോൾ 22. 32 42 1 43. അവർ തമ്മിലുള്ള ചേർച്ച എന്തെങ്കിലും വേർപിരിയും എന്ന് ഒരു ന്യൂമറോളജിസ്റ്റ് പണ്ടേ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇത് ഒരു 5 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 3 വർഷം മുൻപോ പറഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കും. ന്യൂമറോളജി തട്ടിപ്പാണ് എന്ന് വരെയും അത്ര അറിവില്ലാത്തവർ വിളിച്ചു പറയുമായിരുന്നു. ഇതിൽ ഈ ന്യൂമറോളജി പ്രകാരം നമുക്ക് പല കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റും. ഇലക്ഷൻ റിസൾട്ട് പറയാൻ പറ്റും. അതിനൊക്കെ അല്പം സമയം മെനക്കെടണം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ അവർ തമ്മിലെ ചേർച്ച 43. 43ൻ്റെ കാര്യം അറിയാമല്ലോ. 7ഉം 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളും കൂടി അറിയാമല്ലോ. 7 16 25 34 43 അപകടമാണ്. എന്തായാലും അവർ വേറെ പിരിഞ്ഞല്ലോ. ന്യൂമറോളജിസ്റ്റുമാരൊന്നും ചെയ്തിട്ടൊന്നുമല്ലല്ലോ. അവർ ന്യൂമറോളജി പ്രകാരമാണോ യോജിച്ചത്, വിവാഹബന്ധം ഏർപ്പെട്ടത്? അല്ലല്ലോ. അപ്പം 43 അപകടമാണ്. നിങ്ങളുടെ പേരിൽ 7 16 ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ദേവാലയത്തിൽ കൊണ്ട് വഴിപാട് കഴിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ തറപ്പിച്ച് പറയുകയാണ്. എത്രയോ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ നിരത്തിക്കഴിഞ്ഞു. ഇനിയും വരും ചാനലുകളിലൊക്കെ നിരത്തിത്തരും. ഈ രീതിയിൽ പ്രൂഫ് തന്നെ തന്നിരിക്കും. ഊഹാപോഹങ്ങളല്ല, ആരെപ്പറ്റിയും ആക്ഷേപിക്കുകയൊന്നുമല്ല. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ധാരാളം മീഡിയക്കാർ അദ്ദേഹത്തെ പറ്റി വളരെ മോശം പറയുക. എന്തിനും അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നു. പിന്നെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം. അത് കാണാനായിട്ടാണ് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിനേക്കാളും കൂടുതൽ മോശം പറയാനായിട്ടേ. റഹ്മാൻ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ളവരെല്ലാവരും അങ്ങനെയായിരുന്നു പറയുന്നത്. അത് കാണാനായിട്ട് വ്യൂവേഴ്സ് കൂടുതലുണ്ട്. പോട്ടെ, നമുക്ക് ഒരു ക്ലാസ് അല്ലേ. ഇനി AR റഹ്മാൻ്റെ ടോട്ടൽ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണമായ 8ഉം വാല്യൂ 21 കൂടി ചേരുമ്പോഴോ 21 8ഉം 29. പലപ്പോഴും പറയാറുണ്ട് 28ഉം 29ഉം നമ്മുടെ പേരിൽ ഏതെങ്കിലും ഭാഗത്ത് ടച്ച് ചെയ്താൽ അകൽച്ചയുണ്ടാകും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ കാര്യവും പറഞ്ഞിരുന്നതാണ്. ജ്യേഷ്ഠൻ്റെ പേരിൽ 28 വാല്യൂ. ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ അനുഭവപ്പെട്ട കാര്യം എനിക്ക് തറപ്പിച്ച് പറയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് 29. അദ്ദേഹം ആരെ വിവാഹം കഴിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും ഭാവിയിലും. സൈറ ബാനുവിൻ്റെ പേരിൻ്റെ വാല്യൂ 31. 31ഉം 29ഉം കൂടി കൂട്ടുമ്പോൾ 31 ടോട്ടൽ 60. 60 ആകുമ്പോൾ ധനം. അദ്ദേഹത്തിന് കോടികളുണ്ടല്ലോ. 2000 കോടി ആസ്തിയുണ്ടെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നത്. അത് 60ൻ്റെ യോജിപ്പാണ്. 6 നിങ്ങളുടെ പേരിൽ വന്നല്ല, 5ഉം 6ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ ധനം ഉണ്ടാകും. 5 ആകുമ്പോൾ ഏത് രീതിയിലൂടെയും പണം ഉണ്ടാക്കും എന്നാണ് 5ൻ്റെ പ്രാധാന്യം. 5 14 23 ഒക്കെ ആ ഡേറ്റിൽ ജനിച്ചവരുടെ കാര്യവും. അപ്പോൾ 60 ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ധാരാളം സമ്പാദിക്കാൻ സാധിച്ചു.
അദ്ദേഹത്തിന് 3 മക്കളാണ് ഉള്ളത്. ഒന്ന് ഖദീജ. ഖദീജയ്ക്കകത്ത് പേരിൽ ഖദീജ, മലയാളികൾ ഖദീജ എന്ന് പറയുന്നത്, ഇത് തമിഴ് ആയതുകൊണ്ടായിരിക്കാം ഖദീജ എന്ന് പറയുന്നത്. സോറി, KHATIJA, ഖദീജ. 7 ലെറ്റേഴ്സാണ് ഉള്ളത്. ഒരു വ്യക്തിയുടെ പേരിൽ 7 വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖം ഉണ്ടാവും എന്നും അറിയാം. ഖദീജയുടെ പേരിൻ്റെ വാല്യൂ 15. 15 22ആണ് ടോട്ടൽ എടുക്കുന്നത്. മറ്റൊരു പെൺകുട്ടിയുടെ പേരാണ് റഹീമ, RAHWMA. റഹീമയുടെ പേരിലും 7 ലെറ്റേഴ്സ്. 2 കുട്ടികൾക്കും ദുഃഖം. ലോകപ്രശസ്തനായ സ്വന്തം പിതാവ് വേർപെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ദുഃഖം ഉണ്ടാകും. റഹീമയുടെ പേരിൻ്റെ വാല്യൂ 23. 7 30 ടോട്ടൽ. അമീൻ, ഒരു മോനുണ്ട്. മോൻ്റെ പേരിൻ്റെ ലെറ്ററിൻ്റെ എണ്ണം 5, AMWN 5. വാല്യൂ 20. അമീൻ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്നില്ല. മറ്റ് 2 കുട്ടികളുടെ പേരിൽ 7ൻ്റെ സാന്നിധ്യമുണ്ട്. അക്ഷരങ്ങളുടെ എണ്ണം 7. അമീൻ എന്ന പേരിൻ്റെ വാല്യൂ 20, നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5, അവിടെ 25 ഉണ്ടോ. 3 കുട്ടികളെ 7 ബാധിച്ചോ? ഇതൊരു മിറക്കിളല്ലേ? സത്യം പറയുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിന് മുകളിൽ 40-45 വർഷത്തോളമായി ഈ മേഖലയിൽ ഉണ്ടായിട്ട്, പ്രൊഫഷണലായിട്ട് 30 വർഷത്തോളമായി. എനിക്കെന്നും അതിശയമായി, ഇതെങ്ങനെ വന്നു? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിക്കേ. ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. ഞാനായിട്ട് ഇത് കണ്ടുപിടിച്ചു എന്നുള്ള ശൈലിയാണ്. ഞാനല്ല അവർക്ക് പേരിട്ടത്. ആ 3 കുട്ടികളെയും 7 ബാധിച്ചു എന്നുള്ളതാണ് സത്യം. 7ൻ്റെ സാന്നിധ്യം വന്നാൽ ഒഴുക്കിക്കൊണ്ട് പോകും. കാണുന്ന പ്രേക്ഷകരെ നിങ്ങളോട് പറയുകയാണ്, വളരെ അപകടം പിടിച്ച നമ്പരാണിത് 7. നിങ്ങൾക്ക് പറയാം, ചില ആൾക്കാർ വെല്ലുവിളിക്കാറുണ്ടോ, എനിക്കിപ്പം 35 വയസ്സായി, ഒരു കുഴപ്പവും ഇല്ലെന്ന്. എന്തെങ്കിലും പണി കിട്ടും. 29 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടായത്. സൈറ ബാനുവിൻ്റെ ജനിച്ച ഡേറ്റ്, റഹ്മാൻ്റെ ഭാര്യയായ സൈറ ബാനുവിൻ്റെ, ഭാനുവല്ല ബാനു, 20/12/1973. 20/12/1973 കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ്? 25 അവരുടെ വിധിസംഖ്യ. അപ്പം 3 മക്കളെ 7 ബാധിച്ചു, സൈറ ബാനുവിനെയും 7 ബാധിച്ചു, 25. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ, പറയാനുണ്ടോ? എനിക്കതിശയമാട്ടോ, അത്ഭുതമായി എനിക്കത്. എന്നും ഓരോ കാര്യങ്ങളും കണക്കെടുത്ത് വരുമ്പോൾ അത്ഭുതം തന്നെയാണ്. ആവർത്തിച്ച് പറയുകയാണ്. 7 4 വരെയും ബാധിച്ചിരുന്നു. ഇനി നിങ്ങളുടെ പേരിൽ അതിൻ്റെ ഫേറ്റ് വാല്യൂ, വിധിസംഖ്യ, ജനിച്ച ഡേറ്റും മാസവും വർഷം കൂടി കണക്ക് കൂട്ടുമ്പോൾ 25 വരുന്നതെങ്കിൽ അവിടെ സന്യാസം പറയുകയാണ്. ദമ്പതികളായാലും ശരി, സന്യാസം ഉറപ്പാണ്. പലതും നേടിക്കഴിഞ്ഞാൽ പിന്നെ ലോകവിരക്തിയായിരിക്കും. സൈറ ബാനുവിനും ഇപ്പം അതല്ലേ ഉണ്ടായിരിക്കുന്നത്. സ്വന്തം ഭർത്താവ് വേർപിരിയുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്ര കണ്ട് സമൂഹത്തിൽ വളരെ മോശമായിട്ട് ജീവിച്ച അന്തരീക്ഷത്തിലുള്ളവരായിരിക്കും. പൊതുവേ ഒരു നല്ല സാമ്പത്തികമുള്ള ആൾക്കാരാണ്. സൈറ ബാനുവിൻ്റെ ബ്രദറാണല്ലോ ഫിലിം ആക്ടർ റഹ്മാൻ. അപ്പോൾ അവരെ ആ വിധി സംഖ്യ സന്യാസത്തിലേക്ക് കൊണ്ടുപോയി. റഹ്മാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6 6/11/1967 റഹ്മാൻ ജനിച്ചത്. ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ച ദിവസം 2024 നവംബർ മാസം 19 കഴിഞ്ഞ ആഴ്ചയിൽ. 2024 നവംബർ മാസം 19 കണക്ക് കൂട്ടുമ്പോൾ 20 ടോട്ടൽ. റഹ്മാൻ ജനിച്ച ഡേറ്റ് 6, 20 6 കൂടി ചേരുമ്പോഴെത്രയാണ്? 8. കണ്ടോ, അവിടെ വീണ്ടും 8 വന്നു. 8 7 അവരെ ഇട്ട് കളിപ്പിക്കുകയാണ്. അതിൻ്റെ സർക്കിളിലാണ്. ഇതൊരു മിസ്റ്റേക്ക് ഓറയാണ്. പോസിറ്റീവ് ഉണ്ട്, പക്ഷേ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും. നെഗറ്റീവ് അനുഭവപ്പെടുമ്പോഴേ പരസ്പരം കുറ്റം പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും. മറ്റൊന്ന്, ഈ ഖദീജ, റഹീമ, അമീൻ 3 മക്കൾ. അവരുടെ മക്കളുടെ ടോട്ടൽ വാല്യൂ, ഖദീജയുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7, വാല്യൂ 15, 15 22. റഹീമയുടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 7, വാല്യൂ 23, 7 കൂടി ചേരുമ്പോൾ 30. അമീൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5, വാല്യൂ 20 കൂടി കൂടുമ്പോൾ 25. ടോട്ടൽ
22 + 30 + 25 അവിടെ 77 വന്നു. ഈ 3 മക്കൾക്ക് 77 വന്നാൽ 7 7 14 4 1 5. ധനമുണ്ടല്ലോ, ധാരാളം ധനമുണ്ട് അവർക്ക്. അതും പലപ്പോഴും പറയാറുണ്ട്, ഈ 5ൻ്റെ സാന്നിധ്യം വന്നാൽ 77 എന്ന് പറഞ്ഞാൽ 5 എന്നുള്ള അക്കമല്ല അതിനകത്തുള്ള 7 7 14 എന്നുള്ളതാണ് വന്നത്. 14 ആകുമ്പോൾ 4 1 5. ഈ 2000 കോടി ആസ്തിയുള്ളതിനകത്ത് മക്കൾക്കാണല്ലോ ഷെയർ. അങ്ങനെ അവർക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അവിടെ വീണ്ടും വന്നിരിക്കുകയാണ് അമ്മ സൈറ ഭാനു. സൈറ ഭാനുവിൻ്റെ അച്ഛൻ റഹ്മാൻ്റെ മക്കളുടെ അടുത്തേക്ക് 29കാരനായ, അതായത് റഹ്മാൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സും വാല്യൂം കൂടി ചേരുമ്പോൾ 29 ആണെന്ന് പറഞ്ഞു. ആ 29 മക്കളുടെ 77ലേക്ക് ചെല്ലുമ്പോൾ വന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 106. അപ്പോൾ റഹ്മാനെയും 7 ബാധിച്ചില്ലേ? ആ കുടുംബത്തിൽ മൊത്തം എല്ലാവരെയും 7 ബാധിച്ചത്. വേർപിരിഞ്ഞോ? ഇനി അതിലും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, എനിക്കിത് മിറക്കിളാണ് കേട്ടോ, എൻ്റെ നിത്യ തൊഴിലായത്. ഓരോന്നും കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ മിറക്കിളായിട്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിച്ചേക്കാം. 30 വർഷം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഏതോ ഒരു ശക്തി പിൻവലിപ്പിച്ചു. 30 വർഷം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഏതോ ഒരു ശക്തി പിൻവലിപ്പിച്ചു. ഇതെൻ്റെ വാക്കല്ല, റഹ്മാൻ്റെ വാക്കാണ്. 30 വർഷത്തിൽ എത്തുമെന്ന് ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷിച്ചു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായി ഒരു അന്ത്യം സംഭവിക്കുന്നതായി തോന്നി. അദ്ദേഹം ലോകം കണ്ട മനുഷ്യനാണ്. ലോകത്തിൽ എത്രയോ അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് 3 കോടി രൂപയാണെന്നൊക്കെയാണ് പറയുന്നത് ഒരു പാട്ടിന്. ലോകം കണ്ട വ്യക്തി പറഞ്ഞതാണ്, എല്ലാത്തിലും ഒരു അദൃശ്യമായ ശക്തിയുണ്ടെന്ന്, അല്ലെങ്കിൽ അന്ത്യം സംഭവിക്കുന്നതായിട്ട് തോന്നി. ഇതാണ് നമ്മളുടെ ഈ ന്യൂമറോളജി ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഓരോ അക്ഷരങ്ങളും അക്കങ്ങളും നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതറിഞ്ഞ് മുന്നോട്ട് നിങ്ങൾ ഓരോ ചുവടും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലെല്ലായ്പ്പോഴും വീഡിയോ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകും ഈ ഒരു ടൂള്. എലിയാണ് കേട്ടോ, റാറ്റ്സ്. ഇത് ഞാൻ പ്രത്യേക രീതിയിൽ 4 പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലെല്ലായ്പ്പോഴും ഉണ്ടാകും. യാത്രാവേളകളിലൊക്കെ എപ്പോഴും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കയ്യിൽ ധരിച്ചാൽ ധാരാളം ബുദ്ധിമുട്ടുകൾ മാറ്റാമെന്നും അനുഭവത്തിലൂടെ എൻ്റെ സ്വന്തം ലൈഫിലും എൻ്റെ കുടുംബാംഗങ്ങളിലും എൻ്റെ ഇവിടെയുള്ള ക്ലയൻസിലും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ആഴ്ചയിൽ കാണാം. ഈ ആഴ്ചയിൽ വീഡിയോ ഉണ്ടാകത്തില്ല, ഞാൻ കോട്ടയത്തായിരിക്കും. എല്ലാവരെയും അറിയിക്കാത്തതിൻ്റെ പേരിൽ, ദക്ഷിണ സമർപ്പിച്ചവരെ പോലും അറിയിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എനിക്ക് ദുഃഖമുണ്ട്. സമയത്തിൻ്റെ പരിമിതിയാണ്. നിങ്ങൾ സഹകരിക്കണം. താങ്ക് യു വെരി മച്ച്.